ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷംലൂസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. ഇതിന് നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. നന്നായി പഴുത്തൊരു ഏത്തപ്പഴമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ബൗളിലോട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുക. എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായി അതൊന്ന് ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര ആവണമെന്നില്ല, സാധാരണ നമ്മുടെ പഞ്ചസാര ആയാലും മതി. അത് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലോട്ട് ഒരു 3-4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. എന്നിട്ട് അതും നന്നായി മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കേക്കിനൊക്കെ കുറവേ മിക്സ് ചെയ്യാറുള്ളൂ, പക്ഷേ ഇതിന് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലോട്ട് ഇതുപോലെ തന്നെ ഒരു 3-4 സ്പൂൺ പാലൊഴിക്കുക. അതും നല്ലതുപോലെ മിക്സ് ആക്കണം. എന്നാലാണ് ആ പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് വനില എസൻസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല മണം ഉണ്ടാവും. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് മൈദയാണ്. അത് ഞാൻ നല്ലോണം നിറച്ചെടുത്തിട്ടില്ല, അതിലോട്ട് വാരിയിടുന്ന പരുവത്തിലാണ്, തട്ടിയെടുത്തിട്ടില്ല. എന്നാൽ അതൊരു അരിപ്പയിൽ വെച്ച് നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ വീതം ഇടണം. എന്നിട്ട് നന്നായിട്ട് അത് നമ്മുടെ ബാറ്ററിൽ മുകളിലോട്ട് വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഒരു തവണ അരിച്ചെടുത്താൽ മതി. നമ്മുടെ കേക്കിന് നല്ല സ്മൂത്ത്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. നമ്മൾ കേക്കിനൊക്കെ 3 തവണയൊക്കെ അരിച്ചെടുക്കാറുണ്ട്. ഇതതിൻ്റെ ആവശ്യമില്ല. ഇനി അത് പൊടി അതിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റായിട്ടാണ് വേണ്ടത്. അപ്പോൾ കുറച്ചുകൂടെ പാൽ അതിലോട്ട് ഒഴിക്കുക. പാൽ കുറച്ച് ചൂടുള്ള പാലാണെങ്കിൽ വളരെ ബെറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ ആ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ ഈ പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കേക്കിന് അധികം മിക്സ് ആക്കാറില്ല, ഇതിന് നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തിടാം. സാധാരണ ഡയമണ്ട് ടൈപ്പിലുള്ള ചോക്ലേറ്റാണ് അതിലിടാറുള്ളത്. ഇതിപ്പോൾ ഞാൻ ബാർ ചോക്ലേറ്റ് കട്ട് ചെയ്തതാണ്. എന്നിട്ട് നമുക്കത് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കൂടുതലായി ടാപ്പ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായി ടാപ്പ് ചെയ്യാം. അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്ത് നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ കുറച്ച് ചോക്ലേറ്റ് തന്നെയാണ് അതിലോട്ട് ഇടുന്നത്. ഒരുപാട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ബബിൾസ് കുറവായിരിക്കും മുട്ടയില്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു ഒരു 10 മിനിറ്റ് മുമ്പ്. ഞാൻ അതിലോട്ട് ഇറക്കി വെക്കാം. ഇതിൽ കേക്കിന് വേണ്ട ടൈം പോലെ 40 മിനിറ്റ് ഒന്നും വേണ്ട. ഇതിന് വെറും ഒരു 15-20 മിനിറ്റ് മതി. അതിലത് വെന്തോളും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്. എൻ്റെ പിക്കിലൊന്നും അത് പിടിക്കുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ്നെസ് ആണ്. നന്നായിട്ട് കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്ത്നെസ്സും ഉണ്ട്. ഇതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല ചൂടുണ്ട് കേട്ടോ, അതാ എങ്ങനെ പിടിച്ചിരിക്കുന്നത്. നന്നായിട്ട് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം, വീഡിയോ ഫുള്ളായി കാണണം.